ഞാനിവിടെ മിലിറ്ററിക്ക് കൊടുക്കുന്നുണ്ട്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് കുരുമുളക്. അവർ പറയുകയാണ് ഇത്രയും നല്ലൊരു ക്വാളിറ്റി സാധനം ഞങ്ങൾക്ക് കിട്ടിയതിൽ അഭിമാനമെന്ന് പറഞ്ഞാൽ അവർ ആണ്ടുതോറും ഞാൻ കൊടുക്കാറുള്ള ഒരു വ്യക്തിയാണ്. ഒരു പ്രോത്സാഹനം നമുക്ക് കിട്ടും. അതെ, ആ ഒരു പ്രോത്സാഹനമാണ് ഞാൻ ഈ 75-ാം വയസ്സിലും ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകുന്നത്. എല്ലാവരും ഇപ്പോൾ ഏലത്തിൻ്റെ പുറകെ പോയെങ്കിലും ഞാൻ ഇത് നമ്മുടെ അടിസ്ഥാനപരമായ ഒരു സാധനമാണ് ഈ കുരുമുളക് എന്ന് പറയുന്നത്. ഏലം മോശമെന്നല്ല ഞാൻ പറയുന്നത്, വിലയുണ്ട്, ഇപ്പോഴത്തെ കൃഷിക്കാരന് സന്തോഷമുണ്ട്. പക്ഷേ ആ സന്തോഷത്തിൻ്റെ പുറകെ പോകുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപേക്ഷിക്കുക. ആരും ഒരു കൊടുത്തലി ഇടുന്നില്ല. നിങ്ങളിതൊന്ന് കണ്ടു, ഇതിൻ്റെ ഒരു ആനന്ദം ഇതാണ്. ലാഭമല്ല, നമ്മൾ കൃഷിയിൽ നിന്ന് മൊത്തം ലാഭം മാത്രം വരും. ഇതുപോലെ നമുക്കൊരു കൊച്ചുങ്ങളെയും കൊണ്ട് വന്നാണെങ്കിലും 2 മുളക് കുറച്ചെടുക്കാം. ഇത് സൂക്ഷിച്ച് വെക്കാം. നല്ല തണുപ്പടിക്കാതെ ഈ മുളക് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ എത്ര കാലം കഴിഞ്ഞാലും അത് നമുക്ക് എടുത്തെടുക്കാം. ആർക്കെങ്കിലും ഒരു പ്രസൻറ്റേഷനായിട്ട് കൊടുക്കാനും സാധിക്കും. അതാണ്. പക്ഷേ മറിച്ച് ഏലക്ക അങ്ങനെയല്ല. ഏലക്ക വെച്ചിട്ട് വാരി നോക്കുമ്പോൾ നിറമില്ലെങ്കിൽ തീർന്നു. അങ്ങനെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. പക്ഷെ കുരുമുളക് അങ്ങനെയല്ല. കുരുമുളക് കേരളത്തിൻ്റെ ഏറ്റവും തനതായ ഒരു സ്പൈസാണ്. അതിന് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളതൊക്കെ വന്നിട്ടുള്ളൂ. അതൊരു പ്രധാന ഘടകമാണ്. പക്ഷേ ഇതിലേക്ക് നമുക്ക് പ്രോത്സാഹനം നമ്മുടെ യുവതലമുറ വരണം. മുറ്റത്ത് 2 കൊടിയെങ്കിലും വെച്ചിരിക്കണം.